വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് കുറച്ച് അധികം ഭാഗങ്ങൾ നമ്മൾ SCERT പാഠഭാഗങ്ങൾ റിവിഷനായിട്ട് എടുത്തിട്ടുണ്ട്. അതില് ശബ്ദവും പ്രകാശവും എന്ന് പറയുന്ന ഭാഗമാണ് വരുന്നത്. അപ്പോൾ പ്രകാശത്തെ കുറിച്ച് പറയുമ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ ഉൾപ്പെടുമല്ലോ. അപ്പൊ അത് ടീച്ചർ പറയേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ പിന്നെ നമുക്ക് കിരണങ്ങളെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ ദർപ്പണങ്ങളെ കുറിച്ചിട്ട്, ലെൻസുകളെ കുറിച്ചിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന SCERT പാഠഭാഗങ്ങളിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഓരോരോ ചോദ്യങ്ങളായിട്ട് പഠിക്കാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഏത് പദാർത്ഥത്തിന്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത്? എന്തിന്റെ അഭാവം മൂലം? വായുവിന്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത്. ശബ്ദത്തിന്റെ യൂണിറ്റ് എന്താണ്? ശബ്ദത്തിന്റെ യൂണിറ്റ് ഏതാണ്? ഡെസിബൽ ആണ് ശബ്ദത്തിന്റെ യൂണിറ്റ്. ശബ്ദത്തിന്റെ യൂണിറ്റ് ഡെസിബൽ ആണ്. ചുവന്ന വെളിച്ചത്തിൽ പച്ച നിറത്തിലുള്ള ഇല ഏതു നിറത്തിൽ കാണപ്പെടുന്നു? ചുവന്ന വെളിച്ചത്തിൽ പച്ച നിറത്തിലുള്ള ഇല കറുപ്പ് നിറത്തിൽ കാണപ്പെടുന്നു. എങ്ങനെ? കറുപ്പ് നിറത്തിൽ കാണപ്പെടുന്നു. ഒരു ചുവന്ന വസ്തുവിനെ നീല ഗ്ലാസ്സിലൂടെ, നേരത്തെ ചുവന്നേനെ പച്ച നിറത്തിൽ നോക്കുമ്പോൾ, ഇനി അടുത്ത് പറയാണ് ഒരു ചുവന്ന വസ്തുവിനെ നീല ഗ്ലാസ്സിലൂടെ നോക്കിയാൽ വസ്തുവിന്റെ നിറം എന്താ? ചുവന്ന വസ്തുവിനെ നീല ഗ്ലാസ്സിലൂടെ നോക്കിയാലും എങ്ങനെ തന്നെയാ കാണുക? കറുത്ത നിറമായിട്ട് തന്നെയാ കാണുക എന്ന് മനസ്സിലാക്കാട്ടോ. ഇനി അടുത്തത്, പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ ഏത് നിറം കിട്ടും? പച്ചയും ചുവപ്പും ചേർന്നാൽ മഞ്ഞ നിറം ഉണ്ടാവും എന്ന് മനസ്സിലാക്കിക്കോളോ. ഇനി അടുത്തത്, 20,000 ഹെർട്സിലും കൂടിയ ആവർത്തിയുള്ള ശബ്ദത്തെ എന്ത് വിളിക്കുന്നു? 20,000 ഹെർട്സിലും കൂടിയ ആവർത്തിയുള്ള ശബ്ദത്തെ അൾട്രാസോണിക് ശബ്ദം എന്ന് വിളിക്കുന്നു. അൾട്രാസോണിക് ശബ്ദം എന്ന് വിളിക്കുന്നു. സാധാരണഗതിയിൽ ഒരു മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തി എത്രയാണ്? എന്താണ് മനുഷ്യന്റെ ശബ്ദത്തിന്റെ ആവൃത്തി? 20 ഹെർട്സിനും 20,000 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ്. അടുത്തത്, വിസരണം കൂടിയ നിറം ഏതാണ്? വിസരണം കൂടിയ നിറം വയലറ്റ് ആണ്. വിസരണം കൂടിയത് വയലറ്റിന്. ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രതിഭാസം വിസരണമാണ്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത ചോദ്യം എന്താണ്? ശബ്ദത്തിന്റെ വേഗത ഏറ്റവും കൂടുതലുള്ള മാധ്യമം ഏതാണ്? ഖരപദാർത്ഥങ്ങളിലാണ്. ശബ്ദത്തിന് കൂടുതൽ വേഗത ഖരമാധ്യമത്തിലാണ് എന്ന് മനസ്സിലാക്കാം. പ്രകാശത്തിലെ ഏത് നിറത്തിനാണ് ഏറ്റവും കൂടുതൽ തരംഗദൈർഘ്യം? തരംഗദൈർഘ്യം കൂടുതൽ എന്തിനാണ്? ചുവപ്പിനാണ്. തരംഗദൈർഘ്യം കൂടുതൽ എന്തിനാണ്? ചുവപ്പിനാണ്. അടുത്തത്, തരംഗദൈർഘ്യം ഏറ്റവും കൂടിയ പ്രകാശം ഏത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ പറയാ? ചുവപ്പ് പറയണം. സൗര സ്പെക്ട്രത്തിലെ എന്താണ്? സൗര സ്പെക്ട്രത്തിലെ തരംഗദൈർഘ്യം കൂടിയ വർണ്ണം അതും ചുവപ്പാണ്. അപ്പൊ തരംഗദൈർഘ്യം ഏറ്റവും കൂടിയ പ്രകാശം ചുവപ്പ്. പ്രകാശത്തില് ഏത് നിറത്തിനാണ് കൂടുതൽ തരംഗദൈർഘ്യം? ചുവപ്പിന്. സൗര സ്പെക്ട്രത്തിലെ തരംഗദൈർഘ്യം കൂടിയ വർണ്ണം ചുവപ്പ്. ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിന്റെ അളവിനെ എന്ത് വിളിക്കുന്നു? ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിന്റെ അളവിനെ ഉച്ചത എന്ന് വിളിക്കുന്നു. ഇനി ഉച്ചത അളക്കാനുള്ള ഉപകരണം എന്താണ്? ഉച്ചത അളക്കാനുള്ള ഉപകരണം ഡെസിബൽ മീറ്റർ ആണ്. ഉച്ചത അളക്കാനുള്ള ഉപകരണം ഡെസിബൽ മീറ്റർ ആണ്. ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ് എന്താണ്? ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ് ഡെസിബൽ ആണ്. ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്നു ഡെസിബല്. ഫൈബർ ഒപ്റ്റിക്സിന്റെ പ്രവർത്തനത്തിന് അടിസ്ഥാനമായ പ്രതിഭാസം എന്താണ്? ഫൈബർ ഒപ്റ്റിക്സിന്റെ പ്രവർത്തനം പൂർണ്ണാന്തര പ്രതിപതനം. പൂർണ്ണാന്തര പ്രതിപതനമാണ് ഫൈബർ ഒപ്റ്റിക്സിന്റെ പ്രവർത്തനത്തിന് അടിസ്ഥാനമായിട്ടുള്ളത്. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം എന്ത്?
വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം ആന്തരിക പ്രതിഫലനമാണ്. ആന്തരിക പ്രതിഫലനം വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമാകുന്നു. ജലം നിറച്ച ഗ്ലാസിൽ അടിയിൽ വെച്ചിരിക്കുന്ന നാണയം അല്പം ഉയർന്നതായി തോന്നുന്ന പ്രതിഭാസത്തിന്റെ പേരെന്താണ്? ജലം നിറച്ച ഗ്ലാസ്സില് അല്ലെ അടിയിൽ ഇട്ടിരിക്കുന്ന നാണയം ഉയർന്നിരിക്കാൻ കാരണമായ പ്രതിഭാസം അപവർത്തനമാണ്. പ്രകാശ പ്രകീർണനത്തിന് കാരണമായ പ്രതിഭാസവും ഏതന്നെയാണ്? അപവർത്തനമാണ്. പ്രകാശ പ്രകീർണനത്തിന് കാരണമായ പ്രതിഭാസവും അപവർത്തനമാണ്. വായുവിൽ പ്രതിധ്വനി കേൾക്കാൻ പ്രതിപതന തലത്തിന് ഉണ്ടായിരിക്കേണ്ട ചുരുങ്ങിയ അകലം എത്രയാണ്? 17 മീറ്ററിൽ കൂടുതലാണ്. വായുവിൽ പ്രതിധ്വനി കേൾക്കാൻ പ്രതിപതന തലത്തിന് ഉണ്ടായിരിക്കേണ്ട ചുരുങ്ങിയ അകലം 17 മീറ്ററിൽ കൂടുതലാണ്. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറകൊള്ളുന്നതിന് കാരണം എന്ത്? അതിന് കാരണമായിട്ടുള്ള പ്രതിഭാസത്തെ അനുനാദം എന്ന് വിളിക്കുന്നു. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറകൊള്ളാൻ കാരണമായ പ്രതിഭാസം അനുനാദം. മഞ്ഞപ്പൂവ് ചുവന്ന പ്രകാശത്തിൽ ഏത് നിറത്തിൽ കാണപ്പെടുന്നു? മഞ്ഞപ്പൂവ് ചുവന്ന പ്രകാശത്തിൽ ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നു. ഇനി ഒരു സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസത്തെ എന്ത് വിളിക്കുന്നു? സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസത്തെ പ്രകീർണനം എന്ന് വിളിക്കുന്നു. എന്താ വിളിക്കണേ? പ്രകീർണനം. അന്തരീക്ഷത്തിൽ മഴവിൽ ഉണ്ടാകാൻ കാരണമായ പ്രതിഭാസവും ഏതന്നെയാണ്? പ്രകീർണനം തന്നെയാണ്. അന്തരീക്ഷത്തിൽ മഴവിൽ ഉണ്ടാവാൻ കാരണം ഏതാ? പ്രകീർണനമാണ്. സൂര്യപ്രകാശം 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസവും ഏതന്നെയാണ്? പ്രകീർണനം. സൂര്യപ്രകാശം 7 വർണ്ണങ്ങളായി മാറുന്നതിന് കാരണമായ പ്രതിഭാസം പ്രകീർണനം. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗത എവിടെയാണ്? ശൂന്യതയിലാണ്. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗത ശൂന്യതയിലാണ്. പ്രകാശത്തിന്റെ വേഗത എത്രയാണ്? പ്രകാശത്തിന്റെ വേഗത എത്രയാണ്? 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് പ്രകാശത്തിന്റെ വേഗത. 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. ഒരു പ്രകാശം 1 സെക്കൻഡ് കൊണ്ട് വായുവിലൂടെ ഏകദേശം എത്ര ദൂരം സഞ്ചരിക്കും? നേരത്തെ പറഞ്ഞ തന്നെ എത്രയാണ്? 3 ലക്ഷം. ഒരു പ്രകാശം 1 സെക്കൻഡ് കൊണ്ട് വായുവിലൂടെ എത്ര ദൂരം സഞ്ചരിക്കും? 3 ലക്ഷം. ശൂന്യതയിൽ പ്രകാശത്തിന്റെ വേഗത നമ്മൾ നേരത്തെ പറഞ്ഞു 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. അല്ലെങ്കിൽ 3 × 10⁵ 3 × 10⁵ ആണ് കേട്ടോ മക്കളെ. 10⁵ കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. 3 × 10⁵ കിലോമീറ്റർ പെർ സെക്കൻഡ് ആണെന്നും കൂടെ ഓർക്കുക. പ്രകാശത്തിന്റെ വേഗത ആദ്യമായി കണ്ടെത്തിയ വ്യക്തി ആരാണ്? പ്രകാശത്തിന്റെ വേഗത ആദ്യമായി കണ്ടെത്തിയ ആള് റോമർ ആണ്. ഒരു പാർസെക് എന്നത് എത്ര പ്രകാശവർഷമാണ്? ഒരു പാർസെക് എന്നത് 3.26 പ്രകാശവർഷമാണ്. 3.26 പ്രകാശവർഷമാണ്. ഇനി അടുത്തത് ദൃശ്യപ്രകാശം ഏത് തരംഗങ്ങളായിട്ടാണ് സഞ്ചരിക്കുന്നത്? ദൃശ്യപ്രകാശം അനുപ്രസ്ഥ തരംഗങ്ങളായി സഞ്ചരിക്കുന്നു. ദൃശ്യപ്രകാശം അനുപ്രസ്ഥ തരംഗങ്ങളാണ്. അർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വികിരണം ഏതാണ്? അർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വികിരണം ഗാമാ കിരണമാണ്. കള്ളനോട്ട് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന കിരണം ഏതാണ്? കള്ളനോട്ട് തിരിച്ചറിയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് അൾട്രാ വയലറ്റ് കിരണമാണ്. കള്ളനോട്ട് തിരിച്ചറിയാൻ ഏത് ഉപയോഗിക്കുന്നു? അൾട്രാ വയലറ്റ് കിരണം ഉപയോഗിക്കുന്നു. സൂര്യപ്രകാശത്തിലെ ഏതു കിരണങ്ങളാണ് സോളാർ കുക്കർ ചൂടാക്കാൻ ഉപയോഗിക്കുന്നത്? സൂര്യപ്രകാശത്തിലെ ഇൻഫ്രാറെഡ് രശ്മി. ഏതാണ്? ഇൻഫ്രാറെഡ് കേട്ടോ. ഇൻഫ്രാറെഡ് രശ്മിയാണ് സോളാർ കുക്കർ ചൂടാക്കാൻ ഉപയോഗിക്കുന്നത്. രാത്രികാലങ്ങളിൽ ശത്രുവിന്റെ നീക്കങ്ങൾ അറിയാൻ സൈനികർ പ്രത്യേകതരം കണ്ണടകൾ ഉപയോഗിക്കുന്നു. ഇത് ഏത് വികിരണമാണ്? ഇതിൽ ഏത് വികിരണമാണ് ഉപയോഗിക്കുന്നത്? ഇൻഫ്രാറെഡ്. അപ്പോ രാത്രി സൈനികര് എന്താണ് ശത്രുക്കളെയൊക്കെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന എന്താ പറയുന്നത് കണ്ണടകളിൽ ഉപയോഗിക്കുന്നത് ഇൻഫ്രാറെഡ് വികിരണമാണ് കേട്ടോ. മനുഷ്യന്റെ ശ്രവണ പരിധിക്ക് മുകളിൽ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ നമ്മൾ എന്ത് വിളിക്കുന്നു? മനുഷ്യന്റെ ശ്രവണ പരിധിയിൽ മുകളിൽ ഉള്ളതിനെ നമ്മൾ അൾട്രാസോണിക് എന്ന് വിളിക്കുന്നു. അത് അൾട്രാസോണിക് ശബ്ദമാണ് കേട്ടോ. സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എത്ര സമയം വേണം? 500 സെക്കൻഡ് വേണം.
സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ 500 സെക്കൻഡ് വേണം. വജ്രത്തിന്റെ നിറം എന്താണ്? വജ്രത്തിന് നിറം ഇല്ല. വജ്രത്തിന് നിറം ഇല്ല ട്ടോ. ഇനി അടുത്തത് മഞ്ഞയും നീലയും പ്രകാശങ്ങൾ കൂടിച്ചേർന്നാൽ ഏത് വർണ്ണം ഉണ്ടാവും? മഞ്ഞയും നീലയും കൂടിച്ചേർന്നാൽ വെള്ള ഉണ്ടാവും ട്ടോ. മഞ്ഞയും നീലയും കൂടിച്ചേർന്ന ഏത് കളർ ഉണ്ടാവുക? വെള്ള. സോപ്പ് കുമിളയിൽ കാണുന്ന വർണ്ണശബളമായ ദൃശ്യത്തിന് കാരണമായിട്ടുള്ള പ്രതിഭാസത്തിനെ ഏതു പേരിൽ വിളിക്കുന്നു? ഇന്റർഫെറൻസ് എന്ന് വിളിക്കുന്നു. ഇനി ദൃശ്യപ്രകാശത്തിലെ എല്ലാ വർണ്ണരശ്മികളെയും ആഗിരണം ചെയ്യുന്ന പ്രതലം ഏത് നിറത്തിൽ കാണപ്പെടുന്നു? കറുപ്പ് നിറം. ക്വാണ്ടം തിയറിയുടെ ഉപജ്ഞാതാവ് ആരാണ്? ക്വാണ്ടം തിയറിയുടെ ഉപജ്ഞാതാവ് മാക്സ് പ്ലാങ്ക് ആണ്. ആരാണ്? മാക്സ് പ്ലാങ്ക് ആണ് ട്ടോ. ജലത്തിനടിയിൽ ശബ്ദമളക്കാൻ ഉപയോഗിക്കുന്നത് ഏതുപകരണമാണ്? ജലത്തിനടിയിൽ ശബ്ദമളക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഡ്രോഫോൺ ആണ്. ഏതാ ഉപയോഗിക്കണ മക്കളെ? ഹൈഡ്രോഫോൺ ആണ് കേട്ടോ. അടുത്തത് നോക്കൂ. അൾട്രാസോണിക് ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിവുള്ള ഒരു ജീവിക്ക് ഉദാഹരണം വവ്വാലാണ്. അൾട്രാസോണിക് ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിവുള്ള ഒരു ജീവി വവ്വാലാണ്. അതുപോലെ നമ്മളോട് ചോദിക്കാം, പ്രതിധ്വനി ഉപയോഗിച്ച് ഇര തേടുന്ന ജീവി ഏതാണ്? അതും വവ്വാലാണ് കേട്ടോ. സൂര്യപ്രകാശത്തിൽ സപ്തവർണ്ണങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് ആരാണ്? ഐസക് ന്യൂട്ടൺ ആണ് സൂര്യപ്രകാശത്തിൽ സപ്തവർണ്ണങ്ങൾ ഉണ്ട് എന്ന് കണ്ടുപിടിച്ചത്. ഇനി ശബ്ദം ഏറ്റവും അധികം വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതാണ്? ശബ്ദം ഏറ്റവും അധികം വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം 20 ആണ്. പ്രകാശത്തിന് സൂര്യനിൽ നിന്നും സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ നേരത്തെ നമ്മൾ പറഞ്ഞു 500 സെക്കൻഡ് വേണം, അല്ലെങ്കിൽ എന്തും പറയാം, ഏകദേശം 8 മിനിറ്റ് വേണം. എന്താണ്? 8 മിനിറ്റ് അല്ലെ. ഇനി അടുത്തത് മനുഷ്യർക്ക് സഹനീയമായ ശബ്ദപരിധി 25 ഡെസിബൽ ആണ്. 125 പ്രാഥമിക വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ ഏതു വർണ്ണം ഉണ്ടാകുന്നു? പ്രാഥമിക വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന വർണ്ണം ഏതാണ്? വെള്ളയാണ്. അടുത്ത ചോദ്യം, യഥാർത്ഥ പ്രതിബിംബം രൂപീകരിക്കുന്ന ദർപ്പണം ഏതാണ്? യഥാർത്ഥ പ്രതിബിംബം രൂപീകരിക്കുന്ന ദർപ്പണം കോൺകേവ് ദർപ്പണമാണ്. ഏത് ദർപ്പണമാണ്? കോൺകേവ് ദർപ്പണമാണ്. സമതല ദർപ്പണത്തിന് ബാധകമല്ലാത്തത് എന്താണ്? സമതല ദർപ്പണത്തിന് ബാധകമല്ലാത്തത് ഓപ്ഷൻ ടീച്ചർ തരാം. സമതല ദർപ്പണം ആണ് ചോദ്യം. പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുകയോ പ്രകാശത്തിന് പ്രകീർണനം ഉണ്ടാക്കുവോ പാർഷിക വിപര്യം ഉണ്ടാക്കുവോ മിഥ്യാപ്രതിബിംബം ഉണ്ടാക്കുവോ? അപ്പൊ സമതല ദർപ്പണത്തിന് ബാധകമല്ലാത്തത് പ്രകാശത്തിന് പ്രകീർണനം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ബാധകമല്ലാത്തത്. അപ്പൊ മറ്റതൊക്കെ ബാധകമാണ്. ഏത്? പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നു, പാർഷിക വിപര്യം ഉണ്ടാക്കുന്നു, മിഥ്യാപ്രതിബിംബം ഉണ്ടാക്കുന്നു എന്നുള്ളത്. 6 അടി ഉയരമുള്ള ഒരാളുടെ മുഴുവൻ പ്രതിച്ഛായയും ലഭിക്കുന്നതിന് ആവശ്യമായ ഒരു കണ്ണാടിയുടെ നീളം എത്രയാണ്? 6 അടി തന്നെ വേണം കേട്ടോ. എത്ര വേണം? 6 അടി തന്നെ വേണം. ഇനി പ്രകാശവർഷം എന്തിന്റെ ഏകകമാണ്? പ്രകാശവർഷം ദൂരത്തിന്റെ ഏകകമാണ്. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരത്തെ എന്തു വിളിക്കുന്നു? ഒരു പ്രകാശവർഷം എന്ന് വിളിക്കുന്നു. അസ്റ്റിഗ്മാറ്റിസം പരിഹരിക്കാൻ ഏത് ലെൻസ് ഉപയോഗിക്കുന്നു? അസ്റ്റിഗ്മാറ്റിസം പരിഹരിക്കാൻ നമ്മൾ സിലിണ്ട്രിക്കൽ ലെൻസ് ഉപയോഗിക്കുന്നു. ഒരു നിയോൺ വേപ്പർ ലാമ്പ് പുറത്തുവിടുന്ന പ്രകാശത്തിന്റെ നിറം എന്താണ്? നിയോൺ വേപ്പർ ലാമ്പ് പുറത്തുവിടുന്ന പ്രകാശം ഓറഞ്ച് നിറമാണ്. CV രാമന് നൊബേൽ പ്രൈസ് നേടിക്കൊടുത്ത കണ്ടുപിടുത്തം എന്താണ്? എന്തുമായിട്ട് ബന്ധപ്പെട്ട കണ്ടുപിടുത്തമാണ്? പ്രകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടുപിടുത്തമാണ്. അടുത്തത്, കടലിന്റെ നീല നിറത്തിന് കാരണം ആദ്യമായി വിശദീകരിച്ചത് ആരാണ്? കടലിന്റെ നീല നിറത്തിന് കാരണം ആദ്യമായി വിശദീകരിച്ചത് CV രാമനാണ്. ശാസ്ത്രം എന്റെ മതമാണ്, അന്ത്യം വരെ അത് പിന്തുടരാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഇത് ആരുടെ വാക്കുകളാണ്? അതും CV രാമന്റെ വാക്കുകളാണ്.
സമുദ്രത്തിന്റെ അഗാധത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സമുദ്രത്തിന്റെ അഗാധത അളക്കാൻ നമ്മൾ എക്കോ സൗണ്ടർ ഉപയോഗിക്കുന്നു. എന്തുപയോഗിക്കുന്നു? എക്കോ സൗണ്ടർ. പ്രകാശത്തെ കുറിച്ചുള്ള പഠനത്തെ എന്ത് വിളിക്കുന്നു? പ്രകാശത്തെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ ഒപ്റ്റിക്സ് എന്ന് വിളിക്കുന്നു. ത്രിമാന ചിത്രം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സാങ്കേതികത ഏതാണ്? ത്രിമാന ചിത്രം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സാങ്കേതികയാണ് ഹോളോഗ്രഫി. എന്താണ്? ഹോളോഗ്രഫി. ഒരു സമതല ദർപ്പണത്തിൽ കാണുന്ന പ്രതിബിംബത്തിൽ വസ്തുവിന്റെ ഇടതുഭാഗം പ്രതിബിംബത്തിന്റെ വലതുഭാഗവുമായി തോന്നുന്നു. ഇതിനെ എന്ത് വിളിക്കുന്നു? അതിനെ നമ്മൾ പാർശ്വിക വിപര്യം എന്ന് വിളിക്കുന്നു. പാർശ്വിക വിപര്യം. എന്താ സംഭവം? ഒരു സമതല ദർപ്പണത്തിൽ കാണുന്ന പ്രതിബിംബത്തിൽ വസ്തുവിന്റെ ഇടതുഭാഗം പ്രതിബിംബത്തിന്റെ വലതുഭാഗമായി തോന്നുന്നു. ഇനി പിൻഹോൾ ക്യാമറയിൽ ഉപയോഗിക്കുന്ന ലെൻസ് എന്തുട്ടാ? പിൻഹോൾ ക്യാമറയിൽ ലെൻസ് ഉണ്ടോ മക്കളെ? പിൻഹോൾ ക്യാമറയിൽ ലെൻസ് ഇല്ല ട്ടാ. ലെൻസ് ഇല്ല അവിടെ നിന്ന് പഠിക്കുക ട്ടാ. കണ്ണിന് ഏറ്റവും സുഖം നൽകുന്ന നിറം ഏതാണ്? കണ്ണിന് ഏറ്റവും സുഖം നൽകുന്ന നിറം ഏതാണ്? മഞ്ഞ നിറാണ് കേട്ടോ. നമുക്ക് പച്ചയാന്നൊക്കെ തെറ്റിദ്ധാരണയുണ്ട്, പക്ഷെ മഞ്ഞയാണ്. മിന്നാമിനുങ്ങിന്റെ പ്രകാശത്തിന് കാരണമായിട്ടുള്ള വസ്തു, മിന്നാമിനുങ്ങിന്റെ പ്രകാശത്തിന് കാരണമായത് ലൂസിഫെറിൻ. എന്താണ്? ലൂസിഫെറിൻ. ടോർച്ചിലെ റിഫ്ലക്ടർ ആയിട്ട് നമ്മൾ എന്താ ഉപയോഗിക്കണേ? ടോർച്ചിലെ റിഫ്ലക്ടർ ആയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? കോൺകേവ് ദർപ്പണം. സൂര്യപ്രകാശം ഭൂമിയിൽ എത്തുന്നത് എങ്ങനെയാണ്? വികിരണങ്ങളായിട്ടാണ്. വികിരണമായിട്ടാണ് സൂര്യപ്രകാശം ഭൂമിയിൽ എത്തണേ. ശബ്ദം ഉപയോഗിച്ച് ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന് ഉദാഹരണം എന്താണ്? സോണാർ. ശബ്ദം ഉപയോഗിച്ച് ദൂരം അളക്കാൻ സോണാർ ഉപയോഗിക്കുന്നു. ശക്തമായ ഭൂമി കുലുക്കത്തിന് തൊട്ടു മുൻപായി ഉണ്ടാക്കുന്ന ശബ്ദതരംഗങ്ങൾ എങ്ങനെയുള്ളതാണ്? അതെന്ത് തരംഗങ്ങളാണ്? ഗാമാ തരംഗങ്ങളാണ്. അത്തരം തരംഗങ്ങൾ എന്ത് തരംഗങ്ങളാണ്? ഗാമാ തരംഗങ്ങളാണ് കേട്ടോ. ലെൻസിന്റെ പവർ അളക്കുന്ന യൂണിറ്റിനെ എന്ത് വിളിക്കുന്നു നമ്മൾ? ഡയോപ്റ്റർ എന്നാണ് വിളിക്കുന്നത് കേട്ടോ മക്കളെ. ശബ്ദത്തിന്റെ ലെൻസിന്റെ പവർ അളക്കുന്നത്. ഒരു നോട്ടിക്കൽ മൈൽ എത്ര കിലോമീറ്ററാ? 1.852 കിലോമീറ്റർ ആണ് കേട്ടോ. 1.852 കിലോമീറ്റർ. മഴവില്ലിന്റെ പുറം വക്കിൽ ഏത് കളറാണ്? മഴവില്ലിന്റെ പുറം വക്കിൽ ചുവപ്പ്, വിബ്ജിയോർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. വയലറ്റ്, ഇൻഡിഗോ, ഗ്രീൻ, ബ്ലൂ, യെല്ലോ, ഓറഞ്ച്, റെഡ് അല്ലെ. അപ്പൊ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ ക്ലാസ്സിലുള്ള നമ്മുടെ ഫിസിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പൊ ഇന്നത്തോടുകൂടി ഫിസിക്സ് കഴിഞ്ഞു. പക്ഷെ ഫിസിക്സിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമുക്ക് അസ്ട്രോണമിയും കൂടി അവർ പറഞ്ഞിട്ടുള്ളത് പഠിക്കാനായിട്ട് സയൻസിൽ. അപ്പൊ നമ്മൾ അടുത്ത ദിവസം നമ്മൾ അസ്ട്രോണമിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് ഒന്നോ രണ്ടോ ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുള്ളൂ. പക്ഷെ ഒരു ചോദ്യം പോലും നമ്മുടെ കയ്യിൽ നിന്ന് പോവരുത്. ആ ഉദ്ദേശത്തോടുകൂടി നമ്മൾ നാളെ അസ്ട്രോണമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ് ടീച്ചർ അടുത്ത ദിവസം ഇടാം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. ഭംഗിയായിട്ട് പഠിക്കുക. ആദ്യത്തെ ഘട്ടത്തിലുള്ള എല്ലാ കുട്ടികൾക്കും ഹോൾ ടിക്കറ്റ് ഒക്കെ വന്നു കാണുമെന്ന് വിചാരിക്കണോ. ചെറിയ ഹോൾ ടിക്കറ്റ് ഒക്കെ വന്നു എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അടുത്ത ദിവസം നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം കേട്ടോ.